കണ്ടിട്ടുണ്ടെന്ന്. തമ്പലയിൽ ഞാൻ പറഞ്ഞു കരിമംഗല്യം മാറുന്നത് നേരിൽ കണ്ടിട്ടുണ്ട്. സത്യമുള്ള കാര്യമാണത്. കാരണം ഓഫ്ലൈനായിട്ട് നമ്മളിത് വാങ്ങിക്കുന്നവർ ഒരു 2 വീക്സിനുള്ളിൽ തന്നെ പ്രകടമായ മാറ്റം കണ്ടിട്ടുണ്ട്. ഇവിടെ നന്നായിട്ട് ഡാർക്ക്, ഇവിടെ കറക്റ്റ് കറുത്ത ഇങ്ങനൊരു ഇത് വരച്ചാൽ എങ്ങനെ ഇരിക്കും, കറുത്ത ഷെയ്ഡ് കൊടുത്താൽ അത് അത്രയും ഡാർക്കിഷ് ആയിട്ടുള്ള ഒരു ആള് വാങ്ങി ഉപയോഗിച്ചിട്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയ സമയമുണ്ട്. അതുകൊണ്ടാണ് ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനൊരു പെട്ടെന്ന് വന്നിരിക്കുകയാണ്, ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ, വൈകുന്നേരം എടുക്കണേ. അപ്പോൾ നമ്മുടെ പിഗ്മെൻറ്റേഷൻ നിങ്ങൾക്കൊരു പ്രശ്നമാവില്ല, എന്തുകൊണ്ട് എങ്ങനെ അല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഡൗട്ടുകളുണ്ട്. അപ്പോൾ ഒരിക്കലും കരിമംഗലം ഒരു പ്രശ്നമല്ല, അത് വിഷമിക്കേണ്ട കാര്യമല്ല, അതൊരു മാറാരോഗമല്ല. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടപ്പം ഒരുപാട് സംശയങ്ങൾ, കാരണം സൗണ്ട് ക്ലിയർ ആയില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ആദ്യം തന്നെ പറയാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അതിന് കാരണം കഴിഞ്ഞ പ്രാവശ്യം പിഗ്മെൻറ്റേഷൻ ഒരു പ്രശ്നമാവില്ല തബ്ലയിലോട് കൂടി ഒരു വീഡിയോ വന്നു. അതിൽ നമ്മളെന്ന് വെച്ചാൽ നമുക്ക് നേരിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ടൈമില്ല. അതുകൊണ്ട് തന്നെ ആ പിഗ്മെൻറ്റേഷനുള്ള ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻറ്റിൻ്റെ കാര്യം നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയൊരു സമയത്ത് ഒരു പ്രോസസ്സിൻ്റെ ഒരു ആദ്യഘട്ടത്തിൽ നമ്മൾ വീഡിയോ ചെയ്തു. അതിനോടൊപ്പം തന്നെ ആ ഒരു ടോക്ക് തീരുന്നത് വരെ നമ്മൾ പാക്കിങ്ങും കാണിച്ചു നമ്മുടെ. അപ്പോൾ എന്തുണ്ടായെന്ന് ചോദിച്ചാൽ പിഗ്മെൻറ്റേഷനെ കുറിച്ചും പിഗ്മെൻറ്റേഷൻ അപ്പോൾ പ്രശ്നമാവാത്തതിന് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊന്നും ആരും കേട്ടില്ല. അപ്പോൾ കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ വീഡിയോയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉത്തരം കൊടുത്തില്ലെങ്കിൽ വീണ്ടും കമൻറ്റുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആർക്കും ക്ലിയർ ആവാണ്ടൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ച് ചെയ്തതല്ല. ഞാൻ ഒന്നാമത് മൈക്ക് ഉപയോഗിക്കാറില്ല, കാരണം എനിക്ക് അത്യാവശ്യം സൗണ്ട് ഉണ്ട്. പക്ഷേ നമ്മളത് പാക്കിംഗ് അല്ലേ, ആ ഒരു കുറച്ച് സമയം നമുക്ക് കേട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് ഉറപ്പാണ്. അത് കഴിഞ്ഞിട്ടൊരു ഹാഫ് ടൈം തൊട്ടാണ് കേൾക്കാതായത്. കാരണം പാക്കിങ്ങിൽ പോയപ്പോൾ നമ്മളൊരു സ്റ്റാൻഡിലാണ് മൊബൈൽ വെച്ചിരിക്കുന്നത്, ഒരാൾ ഷൂട്ട് ചെയ്യല്ല. അപ്പോൾ നമ്മുടെ സൗണ്ട് കറക്റ്റ് അങ്ങോട്ട് ആ ഫോണിൻ്റെ ആ സൈഡിലേക്ക് പോവില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കുറച്ച്, പക്ഷെ അങ്ങനെ ഞാൻ എടുക്കാറുണ്ട് എങ്കിൽ പോലും അതിൽ കുറച്ച്, അതായത് പാക്കിങ്ങിൽ ശ്രദ്ധ വരുമ്പോൾ നമ്മുടെ സൗണ്ട് നമ്മൾ ഇങ്ങനെ ഇരുന്ന് പറയണ സൗണ്ട് നമ്മൾ എടുക്കില്ല. അതാണ് ഉണ്ടായത് കേട്ടോ. സോറി, ക്ഷമിക്കണം. അപ്പം ഇനി ആരും ഇത് കമൻറ്റ് ക്ലിയർ ആയില്ല എന്ന് പറയരുത്. എന്താണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഞാൻ പറയാം. ഇപ്പോഴും ലൈക്ക് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അവിടെ പിഗ്മെൻറ്റേഷൻ ഒരു പ്രശ്നമാവില്ല, അത് ഷുഗറുള്ള കാര്യമാണ്. കാരണം അതൊരു മാറാരോഗമാണെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു അറിവില്ല, അതൊരു മാറാരോഗമൊന്നുമല്ല. അപ്പോൾ പിഗ്മെൻറ്റേഷൻ അഥവാ കരിമംഗല്യം പ്രശ്നമാവില്ല. അതിൽ നിങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചത്. എന്താണ് കാണിച്ചത് നിങ്ങൾ കണ്ടുല്ലോ, കാണാൻ കുഴപ്പമൊന്നുമില്ലല്ലോ, ക്ലിയർ ആയില്ല എന്നല്ലേ ഉള്ളൂ. ഓറഞ്ച് പീല് അത് ഒഴിവാക്കരുത്. ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്ന കാര്യമാണ് ഓറഞ്ച് പീല്. അത് നമ്മുടെ സ്കിന്നിന് എത്ര ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. സംശയമുണ്ടെങ്കിൽ വീഡിയോ പോയി കാണുക, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ ഈ ഐറ്റം നമ്മുടെ കരിമംഗലത്തിൻ്റെ പ്രധാന ഒരു ഔഷധം, ആയുർവേദ മരുന്ന് എന്ന് പറയുന്ന ലിക്കോറൈസിനോട് കൂടി ചേരുമ്പോഴാണ് ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ളത്. ഞാൻ അതിൽ പറഞ്ഞു നേരിൽ കണ്ടിട്ടുണ്ടെന്ന്. തമ്പലയിൽ ഞാൻ പറഞ്ഞു കരിമംഗല്യം മാറുന്നത് നേരിൽ കണ്ടിട്ടുണ്ട്. സത്യമുള്ള കാര്യമാണത്. കാരണം ഓഫ്ലൈനായിട്ട് നമ്മളിത് വാങ്ങിക്കുന്നവർ ഒരു 2 വീക്സിനുള്ളിൽ തന്നെ പ്രകടമായ മാറ്റം കണ്ടിട്ടുണ്ട്. ഇവിടെ നന്നായിട്ട് ഡാർക്ക്, ഇവിടെ കറക്റ്റ് കറുത്ത ഇങ്ങനൊരു ഇത് വരച്ചാൽ എങ്ങനെ ഇരിക്കും, കറുത്ത ഷെയ്ഡ് കൊടുത്താൽ അത് അത്രയും ഡാർക്കിഷ് ആയിട്ടുള്ള ഒരു ആള് വാങ്ങി ഉപയോഗിച്ചിട്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയ സമയമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് പിഗ്മെൻറ്റേഷൻ ഒരു പ്രശ്നമാവില്ല. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും നിങ്ങൾ ഇത് ഉപയോഗിക്കണം. അതായത് ലിക്കോറൈസും ഓറഞ്ച് പീലിൻ്റെയും കോമ്പിനേഷൻ. ഓറഞ്ച് പീൽ അലർജി ഇല്ലാത്തവരെല്ലാം അത് തന്നെ ചെയ്ത് നോക്കണം. എന്നിട്ടും നിങ്ങളുടെ സ്കിന്നിന് എഫക്റ്റീവ് ഇതുവരെ ആവാണ്ടിരുന്നിട്ടില്ല, ഓൾ സ്കിൻ ടൈപ്പിന് പറ്റുന്നതാണ്. എന്നിട്ടും പറ്റാത്തതാണെങ്കിൽ മാത്രം നമുക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ പിഗ്മെൻറ്റേഷൻ ഇഷ്ടംപോലെ മഞ്ചിഷ്ട, അതൊക്കെ ഞാൻ പാക്ക് ചെയ്യുമ്പോൾ കാണിച്ച് പറഞ്ഞൊന്നും കേട്ടിട്ടില്ല. മഞ്ചിഷ്ട ഞാനെന്ന് വെച്ചാൽ അലർജി ചിലർക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് പറയാത്തത്. പക്ഷെ ഇപ്പോഴും മഞ്ചിഷ്ട വാങ്ങിക്കുന്നവരുണ്ട്, കാരണം നേച്ചറലായിട്ട് ചുണ്ടിന് കളർ കൊടുക്കാൻ പാക്കിന് അലർജി ഇല്ലാത്തവർ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പിഗ്മെൻറ്റേഷനുള്ള ഒരു കാര്യമൊക്കെ തന്നെയാണ്. എങ്കിലും നല്ല കരിമംഗലുള്ളവർ തന്നെ ഒഴിവാക്കരുത്. പിന്നെ ഞാൻ അതിൽ കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം, പാക്കിങ്ങും കാര്യങ്ങളാണ്. നമുക്ക് ഒരുപാട് തിരക്കുണ്ട്. പിഗ്മെൻറ്റേഷൻ്റെ വീഡിയോ നമ്മൾ എപ്പോൾ ഇട്ടാലും നമുക്ക് ഒരുപാട് സെയിലും ഉണ്ടാവും, ആളുകൾ കാണും. കാരണം അത് പ്രധാന പ്രശ്നമാണെന്ന് എന്നെ വിളിക്കുന്നവരുടെ നമ്പർ എടുത്താൽ തന്നെ എനിക്ക് മനസ്സിലാവുന്നതാണ്. കണ്ണാടി നോക്കാൻ വിഷമം, ഫംഗ്ഷന് പോകാൻ വിഷമം. അപ്പോൾ ഞാൻ പറയാൻ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ സ്കിന്നിനൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ പ്രശ്നമൊന്നുമല്ലല്ലോ അത്. അത് നമുക്ക് മാറ്റിയെടുക്കാം നേച്ചുറലായിട്ട് തന്നെ. ഇനി ഈ പറഞ്ഞ പോലെ തന്നെ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് മാറാത്തതൊക്കെ ആയുർവേദം കൊണ്ട് മാറുന്നുണ്ട് എന്ന് പറയുന്നു, ഒക്കെ ശരി തന്നെ. എങ്കിലും
നമ്മൾ ഇപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് ഒന്നും ഇതൊക്കെ ഇല്ല, ഈ ലിക്കോറൈസും ഓറഞ്ച് പീലും ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ലാത്തവർ അവർ ഉള്ളിലേക്ക് കഴിക്കേണ്ട കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ടായിരിക്കും. അതേപോലെ വെയിലിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടതായിരിക്കും. അത്ര എനിക്ക് മാറില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കാരണം മാറിയിട്ടുള്ള ഒരു ചരിത്രമാണ്, ഹിസ്റ്ററിയാണ് ഈ ഒരു പ്രോഡക്റ്റിനുള്ളത്. ഇനി മാറിയില്ല നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. കാരണം അപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും, നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് എന്തെങ്കിലും വൈറ്റമിൻസിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ കുറവുകൾ മൂലം അല്ലെങ്കിൽ ഉള്ളിലുള്ള എന്തെങ്കിലും രോഗങ്ങൾ മൂലം ഒക്കെ വരാം. അപ്പം അതിനും കൂടി ട്രീറ്റ്മെൻറ്റ് ചെന്നാലാണ് നമ്മുടെ സ്കിന്നിൽ പ്രകടമാവുള്ളൂ കേട്ടോ. അതെല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, ഉള്ളിലേക്ക് വേണ്ട കാര്യങ്ങൾ ഉള്ളിലേക്ക് ചെല്ലണം. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, അതിൽ പറഞ്ഞിട്ടുള്ളത് ഇതാണ്. പിന്നെ കുറച്ച് പാക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു, അതിലെന്തൊക്കെ പ്രോഡക്റ്റുകളെ പാക്ക് ചെയ്ത് അതിനെ കുറിച്ച് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് പിഗ്മെന്റേഷനുള്ള ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ഇതാണ്. ഈ ഓറഞ്ച് പീൽ നിങ്ങൾ കഴിവതും ഒഴിവാക്കരുത്, അലർജി ഉള്ളവർ മാത്രം ഒഴിവാക്കുക. വീട്ടിലെ ഓറഞ്ച് പീലുള്ളവർ അവിടെ നിന്ന് തന്നെ നിങ്ങൾ തന്നെ ചെയ്യുക. നിങ്ങൾ കഴിക്കാൻ വാങ്ങിക്കുന്നതിൻ്റെ പീലൊന്നും എടുത്ത് വെച്ച് ഉണക്കി പൊടിച്ച് നിങ്ങൾ തന്നെ യൂസ് ചെയ്യുക. നിങ്ങൾ തന്നെ അത് സ്കിന്നിൽ അപ്ലൈ ചെയ്യുക. കാരണം അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതാണല്ലോ, കളയണ്ടല്ലോ. ഇത് നേരില്ലാത്തവർക്ക് തരാൻ നമ്മൾ തരുന്നുണ്ട്, ഞാൻ ബുക്കിംഗ് ഒക്കെ സ്വീകരിക്കുന്നുണ്ട്. ഇതുവരെ ഇനിയും കുറേ പേർക്ക് അയക്കാനുണ്ട് കേട്ടോ. ഞാൻ അയക്കാം, ഞാൻ ഡിസ്പാച്ച് ഓരോരുത്തർക്ക് ആവുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഹോം മെയ്ഡ് ആയതുകൊണ്ടാണ് ഇത്രയും വരുന്നത്. നമുക്ക് ബൾക്ക് ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്, അപ്പോൾ ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് മനസ്സിലാക്കണം, വൈകുന്നതിൽ ക്ഷമിക്കണം. നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സേഫായിട്ട് നല്ലതായിട്ട് തന്നെ നല്ല പ്രൊഡക്റ്റ് തന്നെ നിങ്ങൾക്ക് എത്തിക്കും. ഞാൻ പറഞ്ഞത് നിങ്ങളോട് ഒരുപാട് അങ്ങനെ വെച്ചിരുന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തരുന്നത് ഫ്രഷ് ആയിട്ടാണ് തരുന്നത്. അതുകൊണ്ടാണ് ഈ സമയമൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താ, ഫേസ് വാഷ് അത് ഉപയോഗിക്കാം. ലിക്കോറൈസിൻ്റെ ഫേസ് വാഷ് ആകുമ്പോൾ അത് നല്ലതാണ്. പിന്നെ അതെല്ലാവർക്കും ഉപയോഗിക്കാം, കരിമങ്കലുള്ളവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉപയോഗിക്കാം. കരിമങ്കലുള്ളവർക്ക് പ്രത്യേകിച്ച് ആ ഫേസ് പാക്കിനോട് കൂടെ ആ ഫേസ് പാക്കിൽ ചേർന്നിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള ഫേസ് വാഷ് ഞാൻ വളരെ നല്ലതാണ്. പിന്നെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷാമ്പു കാണിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു എനിക്ക് കേൾക്കാത്തവർ ഓർത്തെടുത്ത് പറയുകയാണ് കേട്ടോ. കേൾക്കാത്തവർ താരൻ്റെ ഷാമ്പു അതേപോലെ സിൽക്കിയായിട്ട് നല്ല ഷൈനി ആയിട്ട് മുടി കിടക്കാനുള്ള, പക്ഷെ ആ ഷാമ്പൂവിൻ്റെ വീഡിയോ അധികം യൂസ് വരുന്നില്ല. അത് തമ്പിലതിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അവർക്ക് അധികം ആളുകളിലേക്ക് എത്തിയിട്ടില്ല അവർ ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ താരനുള്ളവർ എന്തായാലും നല്ലതാണ്, ഏറ്റവും ബെസ്റ്റാണ്. മുടി കൊഴിച്ചിട്ടുള്ളവർക്കും മുടി പൊട്ടി പോകുന്നുള്ളവർക്കും അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ എണ്ണ വാങ്ങിക്കുന്നുണ്ട് റിപ്പീറ്റ്, അതായത് ഒരു കാച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കും, നമ്മുടെ നീലമ്പരി കരിഞ്ജീരകം എണ്ണ, അതുകൂടാണ്ട് കരിഞ്ജീരകം മാത്രമായിട്ടുള്ള എണ്ണയുണ്ട്, കരിഞ്ജീരകം ഉലുവ കൂടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കുന്നവരുണ്ട്, റോസ്ബെറി വാട്ടർ വാങ്ങിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവരൊക്കെ വാങ്ങിക്കും, തുടർന്ന് വാങ്ങിക്കുന്നുണ്ട്. ഇവരെ കാച്ചെണ്ണ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യരുത്. അപ്പോൾ കാച്ചെണ്ണ നമ്മൾ മുടിയിൽ പിടിച്ച് കിട്ടി ചിലർക്ക് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ, ഇതുവരെ കാച്ചെണ്ണ തേക്കാണ്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ച് സമയം എടുക്കും പിടിച്ച് കിട്ടിയാൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. കരിമങ്കലും ഒരു പ്രശ്നമല്ലാതെ ഇപ്പോഴും പറയുന്നു. നിങ്ങളത് നന്നായിട്ട് കെമിക്കൽ അല്ലാത്തത് നമ്മുടെ ഈ പ്രോഡക്റ്റ് ചെയ്ത് നോക്കുക. അതിന് ശേഷം മാറി നമുക്ക് പല കോമ്പിനേഷനുകളും ഉണ്ട് കേട്ടോ. ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ഞാൻ പറയുന്നത് ഇതാണെന്ന് മാത്രം, കാരണം ഞാൻ നേരിൽ കണ്ടിട്ടുള്ളത് കൊണ്ട്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റും ഇനിയും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ മനസ്സിലായില്ലേ, നല്ല വെട്ടി പൊട്ടുന്ന സൗണ്ടിലാണ് ഞാൻ പാക്കിങ്ങിലേക്ക് പോയത് കൊണ്ടാണ് ആ സൗണ്ട്. ഇങ്ങനെ നേരിട്ട് വരുമ്പോൾ നമ്മുടെ സൗണ്ട് ഇങ്ങനെ വരുമ്പോൾ ഉള്ള പോലെ അല്ലല്ലോ, പാക്ക് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ വെച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ക്ലിയർ ആകാതിരിക്കാനല്ല പറഞ്ഞത്. അപ്പോൾ ഇനിയും കാണാത്തവർ എന്താ പറയുക, നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഷാമ്പു ആണെങ്കിലും ഓയിൽ മേക്കിംഗ് ആണെങ്കിലും ഒക്കെ എല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പോയി കണ്ടോളൂ. ഫേസ് വാഷ് കഴിഞ്ഞ ഷാമ്പു മേക്കിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ട്, പോയി കണ്ടോളൂ. അപ്പോൾ ഇനി ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. ബുക്കിങ്ങിനായിട്ട് വാട്സപ്പിൽ ബുക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണുന്നവരേക്കും ബൈ.